നമസ്കാരം. സതീശനെ രാജിവെപ്പിക്കുവാൻ KCയുടെ പ്രസിഡന്റ്. ഇവന്മാർ നന്നാവില്ല, മുഖ്യൻ്റെ തലവെട്ടാൻ കൊങ്ങികൾ. സംസ്ഥാനത്ത് ഭരണവും സംഘടനയും തമ്മിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഏകോപനം സാധ്യമാക്കുന്ന പ്രഗത്ഭനായൊരു നേതാവ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന ശക്തമായിട്ടുള്ള നിലപാടിൽ മുഖ്യമന്ത്രി VD സതീശൻ എത്തിച്ചേർന്നിരിക്കുന്നു. പുതിയ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായിട്ട് VD സതീശൻ ഡൽഹിയിൽ കൂടിക്കാഴ്ചയും നടത്തി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ഭരണവും പാർട്ടിയും തമ്മിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത AICC നേതൃത്വത്തെ ധരിപ്പിച്ചു. സതീശൻ ആരെ പിന്തുണയ്ക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഹൈക്കമാൻഡിൻ്റെ അന്തിമ തീരുമാനമെന്നതിനാൽ വലിയ ആകാംക്ഷയിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന വ്യക്തി പാർട്ടി തലപ്പത്ത് എത്തണമെന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന ആവശ്യം. നിലവിലെ KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായതോടെയാണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉയർന്നു വന്നത്. UDF സർക്കാർ അധികാരത്തിലേറി മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയൊരു അധ്യക്ഷൻ ചുമതലയേൽക്കാത്തത് സംഘടനാ തലത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. മന്ത്രിപദവിയിലുള്ള സണ്ണി ജോസഫിന് പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടാൻ പരിമിതികൾ ഉള്ളതിനാൽ പുതിയ ആളുടെ നിയമനം വൈകരുത് എന്ന നിലപാടിലാണ് AICC. പാർട്ടി അധ്യക്ഷ പദവിയിലേക്ക് സീനിയർ MPമാർ മുതൽ യുവ നേതാക്കൾ വരെ നീളുന്ന വലിയൊരു നിര തന്നെയാണ് ഇപ്പോൾ അവകാശവാദങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മുതിർന്ന പാർട്ടി നേതാവായ കൊടിക്കുന്നിൽ സുരേഷ്, MPമാരായിട്ടുള്ള ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ MLA, മുൻ വക്താവ് ജോസഫ് വാഴക്കൻ എന്നിവരുടെ പേരുകളാണ് ചർച്ചകളിൽ പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള K മുരളീധരൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന കോൺഗ്രസിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ദളിത് വിഭാഗക്കാരനെ അധ്യക്ഷ പദവിയിൽ ഇരുത്തുവാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അത് തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. ദളിത് പ്രാതിനിധ്യം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന കൊടിക്കുന്നിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുടെ പിന്തുണയും ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ദളിത് സമുദായത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം നൽകുന്നത് വരും തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട്. അതേസമയം സംഘടനാ പരിചയവും ഭരണമികവും ചൂണ്ടിക്കാട്ടി ബെന്നി ബെഹനാൻ്റെയും ആന്റോ ആന്റണിയുടെയും പേരുകളും സജീവമായി രംഗത്തുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും സാമുദായിക പരിഗണനകൾക്കും അപ്പുറം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കെൽപ്പുള്ള നേതാക്കൾ വേണമെന്ന വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. സംഘടനാ കാര്യങ്ങളിൽ പക്വതയുള്ള മുതിർന്ന നേതാക്കളെ അധ്യക്ഷനാക്കണമെന്ന അഭിപ്രായവും ഒരു വിഭാഗം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ സീറ്റ് തഴയപ്പെട്ട ജോസഫ് വാഴക്കിനും KPCC അധ്യക്ഷ പദവിയിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇവരോടൊപ്പമുണ്ട്. പാർട്ടി ഘടകങ്ങളിലെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയവും സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുടെ പിൻബലവുമാണ് വാഴക്കിന് തുണയാകുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശും പദവിയിൽ കണ്ണുവെച്ച് സമാന്തര നീക്കങ്ങൾ നടത്തുകയാണ്. മറുഭാഗത്ത് പാർട്ടിക്ക് പുത്തനുണർവ് നൽകാൻ യുവ നേതൃത്വം വരണമെന്ന അഭിപ്രായവും ശക്തമാക്കുന്നു. ഇവിടെ KC വേണുഗോപാൽ പക്ഷത്ത് നിന്ന് പ്രധാനമായിട്ടും ഉയരുന്ന പേര് ഡോക്ടർ മാത്യു കുഴൽനാടൻ MLAയുടേതാണ്. സർക്കാരിനും പ്രതിപക്ഷത്തിനും വരെ ശക്തമായ നിലപാടുകൾ ഉയർത്താൻ കെൽപ്പുള്ള മാത്യു കുഴൽനാടൻ പാർട്ടി തലപ്പത്തേക്ക് വരുന്നത് ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം കരുതുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും ലോക്സഭാ അംഗവുമായിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ പേരും യുവരക്തം വേണമെന്ന വാദത്തിന് അടിവരയിടുന്നു. പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെയും മുൻ KPCC അധ്യക്ഷന്മാരുടെയും അഭിപ്രായ രൂപീകരണത്തിനായിട്ട് AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഇവർ നേതാക്കളുമായിട്ട് പ്രത്യേകം ചർച്ചകൾ നടത്തി റിപ്പോർട്ട് നൽകും. ഡൽഹിയിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വം ആരായും. സാമുദായിക സമവാക്യങ്ങളും വരാനിരിക്കുന്ന തദ്ദേശ ലോക്സഭാ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തിയാവും ഹൈക്കമാൻഡിൻ്റെ അന്തിമ പ്രഖ്യാപനം. നേതാക്കൾക്കിടയിൽ പൊതുസമ്മതനായ ഒരാളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ കഴിഞ്ഞാൽ പ്രഖ്യാപനം ഉടനുണ്ടാകും. എന്നാൽ തർക്കങ്ങൾ നീളുകയാണെങ്കിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ AICC കൂടുതൽ സമയം വേണ്ടി വന്നേക്കും. കാരണം അങ്ങനെ തന്നെയേ നടക്കൂ. AICC എന്ത് തീരുമാനമെടുത്താലും ഇവിടെ KC വേണുഗോപാലിൻ്റെ പിണിയാളുകൾ മാത്രമായിരിക്കും കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തുക. അതിനുള്ള ശ്രമം നടത്തുന്നത് തന്നെ സതീശനെ രാജിവെപ്പിക്കുക, സതീശൻ്റെ തല വെട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ 90 ദിവസങ്ങൾക്കപ്പുറം അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഭരണത്തിന് അനുകൂലമായിട്ടുള്ള സാധ്യതകൾ കൽപ്പിക്കുന്നവർ സംഘടനയുടെ മുകൾ തട്ടിലേക്ക് എത്തപ്പെടണമെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ആ വാദത്തെ തട്ടിക്കളയുവാനാണ് KC വേണുഗോപാൽ ശ്രമിക്കുന്നത്. കാരണം സതീശനെ ഏത് തരത്തിൽ കുരുക്കിലാക്കാമെന്നത് മാത്രമാണ് KCയുടെ ചിന്ത. അതേസമയം ഹൈക്കമാൻഡിന് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഭരണവും സംഘടനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയൂ. ഇല്ല എന്നുണ്ടെങ്കിൽ സതീശനെ രാജിവെപ്പിക്കുവാൻ KC നടക്കുന്ന തന്ത്രങ്ങളിൽ വീണുകൊണ്ട് ഒരു പ്രസിഡന്റിനെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ
അത് ഈ ഭരണത്തിന് തന്നെ വിലങ്ങ് തടിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സതീശൻ രാജിവെപ്പിക്കുക മാത്രമല്ലായിരിക്കും, ഈ UDF മന്ത്രിസഭ തന്നെ ചിലപ്പോൾ പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതിന് ഒരു വഴിയൊരുക്കുകയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിൻ്റെ കുതന്ത്രങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ മന്ത്രിസഭ തകരുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് 5 വർഷം ഭരിക്കുവാനുള്ള മെരിറ്റുണ്ട്. പക്ഷേ KC വേണുഗോപാലിനെ പോലുള്ള AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഈ പാർട്ടിക്കുള്ളിൽ എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം ഈ പാർട്ടി നന്നാകില്ല. ഇവന്മാർ തമ്മിലടിച്ച് തകരുക തന്നെ ചെയ്യും. മുഖ്യൻ്റെ തലവെട്ടാൻ കൊങ്ങികൾ കാണിക്കുന്ന ഈ സൂത്രമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് ഒരിക്കലും ഇവരാരും തണലാകില്ല. KC മുന്നോട്ട് വയ്ക്കുന്ന മാത്യു കുഴൽനാടൻ ഈ പാർട്ടിയെ നയിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. മാത്രമല്ല ഷാഫി പറമ്പിലിന് ഒരു മുഖംമൂടി ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞതാണ്. ഇല്ലെങ്കിൽ പൊതുസമൂഹം ഒന്നാകെ ഷാഫിയോടൊപ്പം നിന്നനെ. ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനാകട്ടെ എന്ന് പറഞ്ഞേനെ. പക്ഷേ അതിനേക്കാളും നല്ലത് ഈ മാത്യു കുഴൽനാടനോ ഷാഫി പറമ്പിലോ വരുന്നതിനേക്കാളേറെ നല്ലത് അതിനേക്കാളും കുറച്ചുകൂടി മുതിർന്ന ഏതെങ്കിലും ഒരു നേതാവായിരിക്കും. ഒന്നുകിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ദളിത് പ്രാതിനിധ്യമുള്ള ഒരാൾ, അല്ലെങ്കിൽ ബെന്നി ബെഹനാനെ പോലെ കരുത്തുള്ള ഒരു നേതാവ്. ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഘടനയും ഒപ്പം തന്നെ ഈ ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഈ ഭരണം 6 മാസത്തിനുള്ളിൽ താഴെ വീഴും. ഇങ്ങനത്തെ ഒരു നേതാവിനെയാണ്, മാത്യു കുഴൽനാടനെ പോലൊരു നേതാവിനെയാണ് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെയുള്ള ചരടുവലികൾ അത്രയും നടത്തുന്നത് KC വേണുഗോപാലായിരിക്കും. തത്വത്തിൽ വ്യക്തിപരമായി മാത്യു കുഴൽനാടന് സതീശനോടൊരു വ്യക്തി വൈരാഗ്യവുമുണ്ട്. അതുകൂടി തീർക്കാൻ ലഭിക്കുന്ന ഒരു അവസരമായിരിക്കും ഈ KPCC അധ്യക്ഷ പദവി. അതുകൊണ്ട് ഇതുപോലുള്ളവരെയൊക്കെ മാറ്റി നിർത്തുക. വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ളതല്ല സംഘടനകളെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതിനുള്ള നട്ടലെങ്കിലും അങ്ങ് ഹൈക്കമാൻഡിലിരിക്കുന്ന നേതാക്കന്മാർ കാണിക്കട്ടെ.